ഹേ ഗൈസ്, വെൽക്കം ടു ഫോക്കോൺസ്. തുനുവിന് ശേഷം നല്ലൊരു സിനിമ അജിത്തിൻ്റെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, വിത മുറൈച്ചി. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് പറയുന്ന മുമ്പേ തന്നെ ഒരു അമേരിക്കൻ ഫിലിമുണ്ട്, ബ്രേക്കിംഗ് ഡൗൺ. 1997 ഇറങ്ങിയ മൂവിയാണ്. ആമസോൺ പ്രൈമിലുണ്ട്, കണ്ടുവെക്കാം. അതിൻ്റെ ഒരു തമിഴ് വേർഷനാണ് ഈ മൂവി. ഈ സിനിമ എഴുതിയത് ഡയറക്റ്റ് ചെയ്തതും ഒരാൾ തന്നെയാണ്, മകേ തിരുമേനി. നല്ലൊരു സിനിമ തന്നെയാണ്. ബ്രേക്കിംഗ് ഡൗൺ സീരീസ് കണ്ടവർക്കറിയാം, ആ സിനിമ കണ്ടവർക്കറിയാം. അതിൻ്റെ തമിഴ് വേർഷൻ അതാണ് ഈ മൂവി. നല്ലൊരു ബോളിവുഡ് ലെവലിലേക്ക് പടം പോയിട്ടുണ്ട്. ഓരോ ഫ്രെയിംസും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ കാസ്റ്റ് വരുന്നത് അജിത് സർ, തൃഷ മാം, റെജീന കസാൻഡ്ര, അർജുൻ സർജ, ആരവ്. നല്ലൊരു കാസ്റ്റ് തന്നെയാണ്. പിന്നെ അർജുൻ നല്ലൊരു വില്ലൻ റോൾ അടിപൊളി ചെയ്തിട്ടുണ്ട് അർജുൻ. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ആ ഫൈറ്റ്സ് വന്നോടെ തന്നെ പടം നല്ല ഫ്ലോയിൽ തന്നെ പോയിട്ടുണ്ട്. നല്ല എൻ്റർടൈനിങ് ആണ്, കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അനിരുദ്ധിൻ്റെ ബീജിയം എടുത്തു പറയേണ്ടതാണ്. അത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് സിനിമയിൽ. നമുക്കിനി പറയാം അർജുൻ സർജനെ കുറിച്ചാണ്. അർജുൻ സർജൻ ആക്ഷൻ സ്റ്റാർ തന്നെ വിളിക്കുന്നത്. അതേ നല്ല അടിപൊളി വില്ലൻ റോൾ, ഇതിൽ ആ വില്ലൻ റോൾ തന്നെ മതി. ആ വില്ലൻ റോൾ അടിപൊളി ചെയ്തിട്ടുണ്ട്. റെജീന കസാൻഡ്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ നല്ല ആക്ടിങ് തന്നെയായിരുന്നു ഈ മൂവിയിൽ തന്നെ കാണിച്ചു വെച്ചത്. ഫൈറ്റ് സീക്വൻസും കൊള്ളായിരുന്നു. നല്ല കാറിനുള്ളിൽ സ്റ്റണ്ടൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. അടിപൊളിയായിരുന്നു പടം. നല്ല നൈസ് പടം തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല നല്ല ഫ്രെയിംസോട് ഒരു വൺ ടൈം വാച്ച് മൂവി തന്നെയാണ്. വേറെ ഒരു കാര്യം കൂടി, നമുക്കെല്ലാവർക്കും അറിയാം അജിത് സർ വലിയൊരു കാർ എന്തൂസിയാസ്റ്റ് ആണെന്ന്. ആ കാറിനുള്ള സ്റ്റണ്ട് സീൻസൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വണ്ടികൾക്കുള്ള സ്ക്രീൻ പ്രസൻസ് അത് നന്നായിട്ട് വർക്കായിട്ടുള്ള സാധനം. ആ വണ്ടികൾക്കുള്ള സ്ക്രീൻ പ്രസൻസ് വാവ്. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്, നമുക്ക് വൺ ടൈം കണ്ടിരിക്കാം. കുഴപ്പമില്ലാത്ത നല്ലൊരു എൻ്റർടൈനിങ് ലെവലിൽ തന്നെ പോകുന്ന മൂവിയാണ്. കണ്ടു നോക്കുക, അഭിപ്രായമായിരിക്കുക. അതായിരിക്കും ബൈ.